Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. BCom തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ അവസാനത്തെ എക്സാമാണ് ഇന്ന് ഫിനിഷ് ചെയ്ത ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള വീഡിയോസ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതേ ചോദ്യങ്ങളാണ് ഇന്നത്തെ എക്സാമിന് വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ സൂപ്പർ ഈസി പേപ്പർ എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് തന്നിട്ടുള്ളത്. എല്ലാവരും ഹാപ്പിയാണ്. സോ നമുക്ക് എന്തായാലും ഈ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം റിവ്യൂയിലോട്ട് പോകാം. സോ ഇതാണ് പേപ്പർ. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്ന ഫസ്റ്റ് സെമസ്റ്റർ എക്സാം, ദെൻ ഫോർത്ത്, സിക്സ്ത്ത്, ഇതിൻ്റെ ഒക്കെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഫോർത്ത് സെമസ്റ്ററിലെ QT, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, സിക്സ് സെമസ്റ്ററിലെ ഇൻകം ടാക്സ് ആൻഡ് GST, ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് പേപ്പർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നമ്പർ 1, വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? എന്തായാലും നോക്കാൻ പറഞ്ഞ ചോദ്യം. വാട്ട് ഈസ് ജോബ് ഡിസൈൻ? നമ്മൾ പറഞ്ഞാണ് ഇന്നലെ നോക്കാൻ. റിക്രൂട്ട്മെൻറ്റ് എന്താണ്? ഇൻഡക്ഷൻ എന്താണ്? ട്രെയിനിങ് എന്താണ്? കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്താണ്? ഗ്രീവൻസ് എന്താണ്? ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ദെൻ വാട്ട് യു മീൻ ബൈ ഗേറ്റ് റിക്രൂട്ട്മെൻറ്റ്? ഈസി. അസസ്മെൻറ്റ് സെൻറ്റർ എന്താണ്? ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടായിരുന്നു. സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, ട്രെയിനിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിച്ചതാണ്. ദെൻ പൊസിഷൻ റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ് എന്തായാലും നോക്കാൻ പറഞ്ഞ മറ്റൊരു ചോദ്യം. ദെൻ ഒരു ചോദ്യം തന്നെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ പാർട്ട് എയിൽ. അത് എന്തുകൊണ്ടാണ് തെറ്റിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 14, വാട്ട് ഈസ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക്? സെലക്ഷനിലുള്ളതാണ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ. ദെൻ വാട്ട് ഈസ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്? നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ നമ്പർ 6 ചോദിച്ച അതേ ചോദ്യം തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരേ ചോദ്യം തന്നെ 2 പ്രാവശ്യം. അപ്പോൾ ഇതാണ് പാർട്ട് എ. സൂപ്പർ ഈസി. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. 3 പാർട്ടിലും അതെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ വീഡിയോസ് കണ്ട് പഠിച്ചു പോയവർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ. പാർട്ട് ബിയിൽ നോക്കിയേ, റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഞാൻ നോക്കാൻ പറഞ്ഞ ചോദ്യമല്ലേ. ദെൻ ഡിസ്കസ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ജോബ് അനാലിസിസ് ഡാറ്റ. ഞാൻ ജോബ് അനാലിസിസ് അതുപോലെ ഇവാലുവേഷൻ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നു. കണ്ടൻസ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ, അതും പറഞ്ഞതാണ്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, അതും പറഞ്ഞതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് നോക്കാൻ പറഞ്ഞ മറ്റൊരു ചോദ്യം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ പ്രതീക്ഷിച്ച മറ്റു ചോദ്യം. ദെൻ കരിയർ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്, അതും നോക്കാൻ പറഞ്ഞു. ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ കരിയർ ഡെവലപ്മെൻറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഞാൻ നോക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതാണ്ടോ. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങളിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഒക്കെ വന്നിട്ടുണ്ട്. എസ് ആണെങ്കിൽ പറയാൻ വേണ്ട. നമ്പർ 1, വാട്ട് ഈസ് ട്രെയിനിങ്? വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് എംപ്ലോയീസ്? ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 25, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ദെൻ ഒബ്ജക്റ്റീവ്സ്, ഈസി. ദെൻ പെർഫോമൻസ് അപ്രൈസൽ എന്താണ് അതിൻ്റെ പ്രോസസ്സ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണ്. ദെൻ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്? ഓൾസോ ഡിസ്കസ് വേരിയസ് ഫോംസ് ഓഫ് ലേബർ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ 24, 25, 26 ഇത് 3 ഞാൻ ഇമ്പോർട്ടൻറ്റ് എസ്സേയിൽ എന്തായാലും നോക്കണം എന്ന് പറഞ്ഞതാണ്. സോ ഇത്രത്തോളം ഈസി ആയിട്ടുള്ളൊരു പേപ്പർ നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങളാണ് എക്സാമിന് വന്നിട്ടുള്ളത് കേട്ടോ. കുട്ടികളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എന്തായാലും ഹാപ്പി അല്ല മക്കളെ? അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. 8 സെമസ്റ്റർ എക്സാംസിനെ നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് നൽകാൻ, നമ്മുടെ ചാനലിനെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സപ്പോർട്ട് നൽകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനും ഹാപ്പിയാണ്. സോ എന്ത് ഡൗട്ടിനെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.